നമസ്തേ. മായ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നോട് കുറച്ച് സംശയങ്ങൾ ചോദിക്കുകയുണ്ടായിരുന്നു. പെയിൻ ശല്യത്തിന് എന്താണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ റെമഡി എന്താണെന്ന് ചോദിച്ചു കേട്ടോ. പെയിൻ ശല്യം മാറാനായിട്ട്. അപ്പോൾ ഏറ്റവും ലളിതമായ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പായിരിക്കാം. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ തുളസി ഇലയാണ് കേട്ടോ ഇത്. 2 തരം തുളസി ഉണ്ട് ഇത് ചുമന്ന തുളസിയുണ്ട്, വെള്ള തുളസിയുണ്ട്. കൃഷ്ണ തുളസി എന്ന് പറയും കേട്ടോ. ചുമപ്പ് തുളസിക്ക് മറ്റേ വെള്ള തുളസി, കൂടാതെ രാമതുളസി വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ പൂവ് എടുക്കാം കേട്ടോ. പൂവ് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇപ്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. അരച്ചിട്ട് നമുക്കത് ഒരു കോട്ടൺ തുണിയിൽ വെച്ച് അരിച്ചെടുക്കാം. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ തുളസി ഇല പൂവും കൂടി അരച്ചത് കേട്ടോ. ഇത് നമുക്ക് കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കാം. കണ്ടോ, ഇതാണ് നമ്മൾ അരിച്ചെടുത്ത ആ തുളസി നീര് കേട്ടോ. തുളസി നീര് എല്ലാത്തിനും നല്ലതാട്ടോ. കഫക്കെട്ട് മാറാനൊക്കെ നല്ലതാ. ജലദോഷത്തിന്, കഫക്കെട്ട് മാറാൻ, തലവേദനയ്ക്കൊക്കെ ഈ തുളസി നീര് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് 1 സ്പൂൺ വീതം കഴിച്ചാൽ കഫക്കെട്ട് വരെ മാറും കേട്ടോ. അത്രയും നല്ലതാണ്, റിസൾട്ടാണ് കേട്ടോ തുളസി ഇല. അപ്പോൾ ഇത് തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് വെച്ച് നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ നീർക്കെട്ടുള്ളവർക്കാണെങ്കിൽ ഒരു 15-20 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകിക്കളയാം. അല്ലാതെ ഉള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല, തലയിൽ തണുപ്പ് തട്ടിയാലും കുഴപ്പമില്ല എന്നുണ്ടവർ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് ഓവർനൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പരത്തുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നീരെടുത്തിട്ട് നമുക്ക് തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളൂ കേട്ടോ. തലയിൽ ചൊറി പോലെയുള്ള കുരുക്കൾ അങ്ങനെ സ്കാൽപ്പിലൊക്കെ പിടിച്ചിരിക്കുമല്ലോ, അതൊക്കെ പൊക്കോളൂ കേട്ടോ. ഈ തുളസി നീര് ചെന്നാൽ ഫംഗസ് അങ്ങനെയുള്ള പെൻ മാത്രമല്ല മറ്റുള്ള ഫംഗസ് പോലെയുള്ള ഇതെല്ലാം മാറിക്കിട്ടും കേട്ടോ. നല്ല ഇതാട്ടോ, സുഖം കേട്ടോ. തലയ്ക്ക് നല്ല തണുപ്പാണ്. ഹെയർ മസാജും കൂടിയാണ് കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. നമ്മൾ എന്തും പാക്കും തലയിലിടുമ്പോൾ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചൂട് സമയത്ത് തലയിൽ കുരുക്കളൊക്കെ വരും. അപ്പൊ അതിനും നല്ലതാണ് കേട്ടോ. ഇത് പരട്ടിയാൽ ആ കുരുക്കളൊക്കെ പൊക്കോളൂ കേട്ടോ. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് തലമുടിയിൽ അറ്റത്തും നമുക്ക് മുടിയിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തലമുടിയിൽ നിറച്ചും പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.